ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ നോമ്പ് കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമുക്കൊക്കെ പ്രിയപ്പെട്ട തരിക്കഞ്ഞിയുടേതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാലിന് പകരം തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ പാലൊക്കെ തിളച്ച് വരാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സേമിയയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എനിക്ക് വെറും റവ മാത്രം ചേർത്ത തരിക്കഞ്ഞി അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സേമിയ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാല് പാട കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയയും റവയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറവ് ചെയ്തിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.